രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതിൽ പാർട്ടിയിലെ എ ഗ്രൂപ്പ് വിഭാഗത്തിന് വലിയ അതൃപ്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ ശരിവെക്കുന്നതിന് തുല്യമായി പോയി നടപടിയെന്നാണ് എ ഗ്രൂപ്പ് നേതാക്കൾ വിമർശിച്ചിരിക്കുന്നത്. മാങ്കൂട്ടത്തിനോട് വിശദീകരണം പോലും ചോദിക്കാതിരുന്നത് അനീതിയായി പോയി എന്നും വിമർശനമുണ്ട്. എന്നാൽ നടപടിയിലൂടെ പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ കഴിഞ്ഞുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അനുഭാവികൾ മറുവാദം ഉയർത്തുന്നത്. ഈ വാദവും പ്രതിവാദവും എന്തൊക്കെയാണ് എന്ന് തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി പങ്കുവയ്ക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. മുൻ UDF കൺവീനറും ഇപ്പോഴത്തെ UDF കൺവീനറും ഒക്കെ അത്തരത്തിലുള്ള പ്രതികരണം നടത്തി കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് നിയമസഭയിൽ എത്തുമെന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു. എന്തിന് രാഹുൽ വരാതിരിക്കണം എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർത്തി വന്ന സ്ത്രീകൾ ആരും തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് സർക്കാരിന്റെ നിർദ്ദേശത്തിൽ തന്നെ ഒരു അന്വേഷണം ആരംഭിച്ചിട്ട് പോലും പോലീസിന് ഇതുവരെയും നേരിട്ട് പരാതികൾ ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. അതുകൂടാതെ ഷാഫി പറമ്പിലിനെ നഗരമധ്യത്തിൽ തന്നെ DYFI പ്രവർത്തകർ വലിയ തരത്തിൽ ആക്രോശം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. VD സതീശനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. കന്റോൺമെന്റ് ഹൗസിലേക്ക് നിരവധി തവണ ഇടത് അതുപോലെ തന്നെ BJP യുവജന സംഘടനകളുടെ മാർച്ചും പ്രതിഷേധവും ഒക്കെ ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു നിലപാടിൽ ഒരു അയവ് വരുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ കടുത്ത നിലപാട് രാഹുലിനെതിരെ പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഒക്കെ തന്നെ ഇപ്പോൾ നിലപാടിൽ ഒരു അയവ് വരുത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു പ്രത്യക്ഷത്തിൽ ഒരു പരാതിയും രാഹുലിനെതിരെ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ആരോപണങ്ങളിൽ മേലൊരു നടപടി എടുക്കുമ്പോൾ അത് ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലായി പോയില്ലേ എന്നുള്ള ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയാലും അതുപോലെ തന്നെ പാലോട് രവിക്ക് നേരിടേണ്ടി വന്ന നടപടിയായാലും അത് നീതി നിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയായിപ്പോയി എന്നുള്ള വിമർശനങ്ങളൊക്കെയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ MLA സ്ഥാനം ഇനി രാജിവെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം അത് പാർട്ടി നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. KPCC തന്നെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം രാഹുലിനോട് ഉന്നയിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടും ഉള്ളതാണ്. മറ്റൊന്ന്, എ ഗ്രൂപ്പിന് ഇതിൽ വലിയ അതൃപ്തി ഉണ്ടെന്നുള്ളതാണ്. എ ഗ്രൂപ്പാണ് പ്രത്യക്ഷത്തിൽ വലിയ എതിർപ്പ് അറിയിച്ചിപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. രാഹുലിനെതിരെ അത്തരത്തിൽ ഒരു നടപടി പാടില്ലായിരുന്നു എന്നുള്ള ചില പൊതു അഭിപ്രായങ്ങളാണ് എ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അനുകൂലികൾ പറയുന്നത് അത്തരത്തിലൊരു നടപടി അത് ആ സമയത്തെടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് പാർട്ടിക്ക് മുഖം രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ പുറത്താക്കിയതിലും പിന്നീട് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തതും അത്തരത്തിലുള്ള കാരണങ്ങളാണ് പിന്നീട് CPMന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തതുകൊണ്ട് പാർട്ടിക്ക് മുഖം രക്ഷിക്കാനായി CPIMന് അവർക്ക് അർഹിക്കുന്ന മറുപടിയൊക്കെ കൊടുക്കാനായി അവരുടെ MLA മാർക്കെതിരെ അടക്കം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവർ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. രാഹുലിനെതിരെ എടുത്ത നടപടി ഉന്നയിച്ചുകൊണ്ട് അവർക്ക് എതിരെയുള്ള വിമർശനങ്ങൾ ഉയർത്താൻ കഴിഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് VD സതീശന്റെ ഭാവികൾ പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടിയിൽ വിമർശനം ഉയർത്തിക്കൊണ്ടും അതിനെ അനുകൂലിച്ചും ഇപ്പോഴും കോൺഗ്രസിനകത്ത് തന്നെ നേതാക്കന്മാർ 2 വിഭാഗങ്ങളായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എ ഗ്രൂപ്പാണ് കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ അനുഭാവികൾ അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. അത് നന്നായി എന്നുള്ള ഒരു നിലപാടാണ് അവരും അറിയിക്കുന്നത്. എന്തായാലും രാഹുലിനെതിരെ ഇനി MLA സ്ഥാനം മാറ്റുന്നത് അടക്കമുള്ള നടപടികളൊന്നും തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കാൻ എത്തുമെന്നുള്ള കാര്യവും UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ പതിയെ കോൺഗ്രസിനകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവേശനം ഉണ്ടാകുന്ന തരത്തിലുള്ള നടപടികളാണോ ഇപ്പോൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന സംശയമുണ്ട്. പാലക്കാട്ടൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ തന്നെ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനിടയിൽ ലഭിക്കുന്ന ഒരു കാര്യം. ശരി, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കിയതും അടക്കമുള്ള കാര്യങ്ങളിൽ എ ഗ്രൂപ്പിന് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിരിക്കുന്നു. ആ അതൃപ്തിയെ VD സതീശനെ അനുകൂലിക്കുന്നവർ മറികടക്കുന്നത് പാർട്ടിയാണ് പ്രധാനം, പാർട്ടിയുടെ മുഖം രക്ഷിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനും പ്രസക്തിയുള്ളൂ എന്നുള്ള നിലയ്ക്ക് ആണ്.